ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സാത്താൻ ആക്രമിക്കുവാൻ പലപ്പോഴും ഉന്നമിടുന്നത്, ലക്ഷ്യം വെക്കുന്നത് ദൈവത്തെ പരമാർത്ഥ ഹൃദയത്തോടെ സേവിക്കുകയും നിഷ്കളങ്കതയോടെ ജീവിക്കുകയും ചെയ്യുന്നവരെയാണ്. ഇത് ഏത് കാലഘട്ടത്തിൽ പരിശോധിച്ചാലും അങ്ങനെ തന്നെ ആകുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു വ്യക്തി ദൈവകരത്തിൽ എത്രമാത്രം പ്രയോജനപ്പെടുന്നുണ്ടോ അത്രമാത്രം പിശാചിന് ആ വ്യക്തിയോട് വിദ്വേഷമാണ്. തൻ്റെ സാമ്രാജ്യത്തിൽ കടന്നു കയറി കർത്താവ് പറഞ്ഞതുപോലെ തൻ്റെ വീട് കൊള്ളയടിക്കുന്ന ആ മനുഷ്യനോട് തീർച്ചയായും സാത്താന് അടങ്ങാത്ത വിദ്വേഷമുണ്ട്. ആ വ്യക്തിയെ തകർക്കുവാൻ വേണ്ടി ഏഷണി പറഞ്ഞും വ്യാജമായ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചും അങ്ങനെ ഉപദ്രവിച്ചും ഒക്കെ സാത്താൻ ആക്രമിക്കാറുണ്ട്. കർത്താവിനോട് പലപ്പോഴും ഏറ്റുമുട്ടുവാൻ സാത്താൻ തയ്യാറായി. യേശുവിൻ്റെ ജീവിതകാലത്ത് ആളുകൾ യേശുവിനെക്കുറിച്ച് പറഞ്ഞ ദുഷ്കാര്യങ്ങളെ നാം പഠിച്ചാൽ ഈ കാര്യം മനസ്സിലാവും. യേശു എത്രമാത്രം നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, ദോഷം ഇല്ലാത്തവനായിരുന്നു, പാപം ചെയ്യാത്തവനായിരുന്നു. എന്നാൽ യേശുവിനെ ആക്രമിച്ചത് പലപ്പോഴും കെട്ടിച്ചമച്ച ആരോപണങ്ങളും കഥകളും ഒക്കെ ഇട്ടുകൊണ്ടാണ് സാത്താൻ യേശുവിനെ ആക്രമിച്ചത്. യേശുവിനെ കുറിച്ച് തിന്നിയും കുടിയനും ആയ മനുഷ്യൻ എന്നും, ബുദ്ധിഭ്രമമുള്ള ഒരുവൻ എന്നും, ഭൂതബാധിതൻ എന്നും, ഭൂതങ്ങളുടെ തലവൻ എന്നുമൊക്കെ ഉള്ള പല ദുഷിച്ച പേരുകളും വിളിച്ചു. ദൈവത്തിന് നാം എത്രമാത്രം മഹത്വം കൊടുക്കണം. പിശാചിൻ്റെ ഈ തന്ത്രങ്ങളെയൊക്കെ കർത്താവ് ജയിച്ചു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അപ്പോസ്തലനായ പൗലൂസിനെയും സാത്താൻ വെറുതെ വിട്ടിരുന്നില്ല. തന്നെക്കുറിച്ച് പറയാവുന്ന എല്ലാ ദോഷങ്ങളും തനിക്കെതിരെ ആരോപിച്ചിരുന്നു. സഭാചരിത്രത്തിൽ ഉടനീളം നമുക്ക് ഇത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നാം തെറ്റിദ്ധരിക്കപ്പെടുകയും മറ്റുള്ളവരാൽ തെറ്റായി വിധിക്കപ്പെടുകയും വ്യാജമായി നമുക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയും പരസ്യമായി അപമാനിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവം അത് അനുവദിക്കുന്നതിലൂടെ നമ്മെ നുറുക്കുന്നു, നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ നാം തകർക്കപ്പെടുന്ന, നുറുക്കപ്പെടുന്ന എല്ലാ സാഹചര്യങ്ങളിലും നാം ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത് ആവശ്യമാണ്. നാം ആക്രമിക്കപ്പെടുകയോ അല്ലെങ്കിൽ നാം ആരോപണങ്ങൾക്ക് വിധേയപ്പെടുകയോ ചെയ്യുമ്പോൾ ദൈവം നമ്മെ തൻ്റെ ബലമുള്ള കരത്തിൽ സൂക്ഷിക്കുവാനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും പോരാട്ടത്തെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കണം. ഓരോ ദൈവമക്കളും നിൽക്കുന്നത് ഒരു യുദ്ധഭൂമിയിലാണ്. യുദ്ധം എന്ന് പറയുമ്പോൾ അത് മനുഷ്യരോടല്ല, അത് സാത്താനോടാണ്, ദുഷ്ടാത്മാക്കളോടാണ്. ഇത് തിരിച്ചറിഞ്ഞ് നാം പോരാടി ജയം പ്രാപിക്കേണ്ടത് എത്രയോ അത്യാവശ്യമാണ്. പല പേരുകളിലാണ് നമ്മുടെ ശത്രു അറിയപ്പെടുന്നത്. തിരുവെഴുത്തിൽ ദുഷ്ടൻ എന്നവനെ വിളിച്ചിരിക്കുന്നു, കുലപാതകൻ എന്നവന് പേരുണ്ട്, കള്ളൻ എന്ന് തിരുവെഴുത്ത് അവനെ വിശേഷിപ്പിക്കും. ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനും ആകുന്നു പിശാചെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തിൻ്റെ പ്രഭു, ഈ ലോകത്തിൻ്റെ ദൈവം, ആകാശത്തിലെ അധികാരത്തിൻ്റെ അധിപതി, മഹാസർപ്പം, പഴയ പാമ്പ്, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്നവൻ എന്നൊക്കെ സാത്താനെ തിരുവെഴുത്ത് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശത്രു അവൻ്റെ സ്വഭാവം അനുസരിച്ചാണ് അവന് പലപ്പോഴും ആ പേരുകൾ തിരുവെഴുത്ത് ഇട്ടിരിക്കുന്നത്. ഇതുവരെ ജീവിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിയേക്കാളും സൂത്രശാലിയും കൗശലക്കാരനും ആകുന്നു സാത്താൻ. സാത്താൻ്റെ കൗശലം, തന്ത്രം അനേകായിരം വർഷങ്ങളായി അവൻ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ പിശാച് ഊടാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവമക്കൾ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ച് സാത്താനോട് എതിർത്ത് നിൽക്കേണ്ടത് ആവശ്യമാണ്.
നമ്മൾ മനുഷ്യരോടല്ല എതിർക്കേണ്ടത്, സാത്താനോടാണ്. ഏത് തിന്മയുടെ പുറകിലും, ഏത് ആരോപണങ്ങളുടെ പുറകിലും സാത്താൻ്റെ കരം, സാത്താൻ്റെ ഇടപെടൽ നമുക്ക് കാണുവാൻ കഴിയണം. അതുകൊണ്ട് ദൈവമക്കൾ തീർച്ചയായും പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത്. സാത്താൻ്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിയണം. ദൈവവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. എൻ്റെ ശത്രു എന്നെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് നമ്മെക്കുറിച്ച് ശത്രു പറയരുത്. അതുകൊണ്ട് നമുക്ക് ശത്രുവിനോട് എതിർത്ത് നിൽക്കാം. ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആത്മാവിൽ ജാഗരിച്ചും ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചും ദൈവവചനപ്രകാരം പിശാചിനോട് എതിർത്ത് നിൽക്കാം. സാത്താനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എന്നുള്ള തിരുവെഴുത്ത് നമ്മുടെ ജീവിതത്തിലും നമുക്ക് പ്രായോഗികമാക്കാം. ദൈവത്തിന് കീഴടങ്ങാം. ദൈവഹിതം നമ്മിൽ സംഭവിക്കട്ടെ. ക്രൂശിൽ സാത്താനെ, ക്രൂശിൽ യേശു ആയുധവർഗം വെപ്പിച്ച് തോൽപ്പിച്ചതുകൊണ്ട് യേശുവിലുള്ള ജയം നമ്മുടെ ജയമാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, സാത്താൻ തോൽപ്പിച്ച, പരാജയപ്പെടുത്തിയ അനേക കുടുംബങ്ങൾ, വ്യക്തികൾ ഞങ്ങളെ കേൾക്കുന്നുണ്ട്. അവരൊക്കെ പിശാചിൻ്റെ മേൽ ജയമെടുത്ത്, യേശുവിനാൽ ജയമെടുത്ത് ജീവിക്കുവാൻ കർത്താവ് കൃപ കൊടുക്കണം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.